ഹായ് ദയാച്ചു. ഇപ്പോഴത്തെ ഗൈസ് ദയാച്ചുവിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. എന്നെ കുറിച്ചാണ് വീഡിയോസ്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാതിരിക്കല്ലേ? പറയൂ മോളെ, പറയൂ. ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്കിട്ട് നല്ല ഫോളോസിനാട്ടോ. അല്ല, ഇവള് സുധിച്ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരു പിടി വാരി കൊടുക്കണത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ഗൈസ്. കാരണം രേണുചേച്ചിന്റെ അടുത്തും രേണുചേച്ചി പറഞ്ഞ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ദയാച്ചു ഇതൊക്കെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സുധിച്ചേട്ടൻ ഒരു പിടി ചോറ് വാരി കൊടുക്കുന്നത് ദയാച്ചു കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് കയറി കള്ളം കയറുന്നുള്ള ഒരു പരാതിയൊക്കെ നിങ്ങൾ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സീന് വന്നിട്ട് പിടിക്കാമെന്നാണ്. അപ്പൊ വാരി കൊടുക്കുന്നത് കണ്ടില്ല എന്നാണ് നമുക്കൊരു പറയുന്നത്. ബാക്കി കേൾക്കാം ഗൈസ്. വിളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യക്ക് വാരി കൊടുക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ഗൈസ്, കാരണം അറിയാം, എനിക്ക് തോന്നുന്നു ഈ ആളുടെ പോലത്തെ സ്വഭാവം നിങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. കാരണം വേറൊരാളുടെ ബെഡ്റൂമിൽ കയറിയിട്ട് അണ്ണാക്കും തുറന്നിട്ട് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നുള്ള സ്വഭാവം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കില്ലാന്ന്. എനിക്ക് തോന്നുന്നു മേഡത്തിന് ഉണ്ട് എന്ന്. കാരണം അതുകൊണ്ടാണ് മേഡം അണ്ണാക്ക് തുറന്ന് നോക്കി ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിന്റെ അടുത്ത് നാട്ടുകാരെടുത്ത് വെളിയിൽ കളഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും മൊണ്ണയാണെന്നുള്ളത്. ഓക്കെ, ഇതിനെ കൊണ്ട് കാര്യമില്ല എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ചെയ്യത്തില്ല. അതേപോലെ ഇപ്പൊ ഞാൻ പറയണേ, ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടാറടങ്ങുന്നവരെ ഇവൾ ഒരു വാരിയും കൊടുക്കും. ഇവൻ മുതല പൊളി. ഗൈസ്, ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ സാധനം ഇതിന്റെ ഫാമിലി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്വഭാവം കാരണം കൊണ്ട് ഇതിന് ഒഴിവാക്കി പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള സാധനത്തിനെ കുടുംബത്തിലല്ല, ഒരു 3-4 വീടിന്റെ അപ്പുറത്ത് കയറ്റാൻ കൂടില്ല. ഇതാണ് ഓക്കെ ഈ ഒരു സംഭവം. അപ്പോ ബാക്കി കേൾക്കാം. ഇങ്ങനെയുള്ള തൊലിച്ച് പാടിക്കഴിഞ്ഞാൽ ഗൈസ് ഇത് മോശമായി പോകും. എന്നാലും പാടിക്കു ചോദിച്ചു ഞാൻ കേൾക്കണ്ടേ? കുണുവാവയോ ഗൈസ്? ഞാനൊക്കെ കുണുവാവെന്ന് പറഞ്ഞാൽ ശരി, എനിക്ക് 29 വയസ്സ് 30 വയസ്സുള്ളൂ. അപ്പൊ ഇതിനിപ്പോ എന്താ പറയാ, മുതുക്കളവിയെന്നോ വേറെന്തോ പറയുന്നത്? ഞങ്ങളുടെ പാലക്കാടന്മാരുടെ ഈ മുത്തിയപ്പന്മാര് പറയും മുതുമുത്തിയമ്മ, ആ സാധനം പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഡൈ അടിച്ച് വന്നേക്കാ തോന്നുന്നു. ബാക്കി കേൾക്കാവേ. ഏതാണ് കണ്ടത്? വേറൊരു വീഡിയോ കണ്ടു, ഇതെന്നെ കണ്ടു. പക്ഷെ വേട്ടവളി തത്തമ്മച്ചുണ്ട് കണ്ടോ? തത്തമ്മച്ചുണ്ട് 1.5 കിലോന്റെ ഗ്യാപ്പും തത്തമ്മച്ചുണ്ട്. ഇതെങ്ങനെ നിൽക്കണം മുഖം? എന്നെ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു ഇതും വിചാരിക്കരുത്. ബാക്കി കേൾക്കാം. അല്ല, ഇങ്ങനെയൊക്കെ അരിശ്ലേഷനാണോ മോളെ? ഗൈസ്, ഞാൻ എന്റെ ഭാര്യനല്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ മറ്റവന്റെ ഭാര്യനെ വിളിക്കാൻ പറ്റൂ. ചേച്ചി വിളിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത്. അപ്പൊ ബാക്കി കേൾക്കാതെ പിന്നെ ആ ചേച്ചി എന്റെ ഭാര്യ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കും. ഭാര്യക്ക് കൊടുത്തോട്ടെ ചോദിക്കുന്നതിന് ചേച്ചിക്ക് എന്താണ് ഇത്ര കഴപ്പ്? ഇതിനൊരു ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ബാക്കി കേൾക്കാതെ. കാരണം ഈ എന്റെ ഭാര്യ ചേച്ചിന്റെ പെങ്ങളായതുകൊണ്ടേ ചേച്ചിക്ക് ഇങ്ങനെ പറയാം, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോട്ടെ. ബാക്കി കേൾക്കാം. എന്താ സംഭവം ഇങ്ങനെ കേൾക്കണം? വിടും. എനിക്ക് തോന്നുന്നു ഗൈസ്, ഇത് സംസാരിക്കണ നക്കിണ്ട് തോന്നുന്നു. സ്വന്തം ചുണ്ടിനെ നക്കിണ്ട് തോന്നുന്നു. കാരണം സംസാരിക്കുമ്പോ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എനിക്ക് പറയാൻ വയ്യ. കാരണം എന്തറിയോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും, തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ദയച്ചേച്ചിക്ക് ഞങ്ങളിത് വാരി കൊടുത്തപ്പോ ഇങ്ങോട്ട് കേറി ഇവിടെ എത്തി. അപ്പൊ ചേച്ചി അങ്ങോട്ട് തൂറി അങ്ങോട്ട് മെരി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ചേച്ചിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും ടോപ്പിക് ഉണ്ട് ചേച്ചി, ഇനിയും ചെയ്യാം. ഓക്കെ, പിന്നുള്ള മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. എന്റെ ഭാര്യ എനിക്കറിയാം, ഇന്നലെ കണ്ട ചേച്ചിക്കറിയില്ല. ദാറ്റ്സ് ഓൾ.